ഗൈസ് നല്ല പണി കിട്ടിയതേ, വണ്ടി പഞ്ചറായി, പണിയോട് പോയി. ഏതോ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ എവിടെയാ സ്ഥലം ഒന്നും അറിയത്തില്ല. ഇനി ഇവിടെ പഞ്ചർ ഒട്ടിക്കാനാണേലും ഭയങ്കര പണി കിട്ടി. എന്ത് ചെയ്യാൻ നടത്തില്ല. ഇവരൊക്കെ വണ്ടിയിൽ നോക്കി കഴിഞ്ഞ ഒരു സാധനം കാണാതെ ഇതുണ്ടോ, കത്തി ഒന്ന് പിച്ചാത്തി, കൂടെ പിച്ചാത്തി കിട്ടുന്നുണ്ട്. ഗൈസ് നമ്മൾ നിൽക്കുന്ന ഭൂട്ടാനിലാട്ടോ. നമ്മൾ പാസ്പോർട്ടൊന്നും ഇല്ലാണ്ട് അങ്ങനെ ബംഗ്ലാദേശിൽ കയറിയാലെ ഇത് ഒഫീഷ്യലി ഭൂട്ടാനിൽ ശരിക്കും കുറേ അകത്തോട്ട്, നമ്മൾ 200 മീറ്റർ 500 മീറ്റർ അകത്തോട്ട് കയറിയിട്ടുണ്ട്. സംഭവം ഇത് ഭൂട്ടാനാണ്. അപ്പോൾ ഇതേ നമ്മുടെ ഷെഫ് ഇവിടെ അടിപൊളിയായിട്ട് ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട്. ഇതേ ഷെഫ് ഹായ്. ചിക്കൻ വയ്ക്കാനുള്ള സെറ്റപ്പുകളൊക്കെ മസാല ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഷെഫിനെ സഹായിക്കാൻ അതിൻ്റെ മൂത്ത ഷെഫ് പ്രവീൺ ഷെഫ്, ഇത് അൻസാർ ഷെഫ്. ഒന്ന് നോക്കൂ, നിങ്ങൾ തന്നെ കാണുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ഒരു ദിവസം കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നാളെ ഇവിടെ പിരിക്കുകയാണ്. വീണ്ടും എനിക്ക് ഒന്നോടെ ഇങ്ങോട്ട് വേണ്ടി വരും. അപ്പോൾ ഗൈസ് നിങ്ങളെ ഞാൻ പിരിയാണ് ഗൈസ്. കാണിച്ചിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഗൈസ്. ചിക്കൻ തന്നെ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു. വെള്ളം ഇവിടെ പോയിക്കൊണ്ട് ഓരോ ചിരവും അമൃതമാണ്. ചോറ്, ചിക്കൻ എല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അടുക്കൂടെയാണ്. വെള്ളം ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. എനിക്കതിന് പാലം ഇവിടെ പണിയാനുണ്ടെന്ന് തോന്നുന്നു. പാലം പണിയുന്നതിൻ്റെ ഒന്നും കാണുന്നില്ല. വെള്ളമുള്ള സ്ഥലം തന്നെ, ഐ മീൻ പുഴയാന്ന് തോന്നുന്നു കേട്ടോ. പുഴയുടെ എല്ലാ കഷ്ണങ്ങളും ഉണ്ട്, പക്ഷേ പാലില്ല. അതെന്താണ്, പാലം നഷ്ടപ്പെട്ടാണോ എന്താണെന്ന് അറിയത്തില്ല. പാലത്തിൻ്റെ ഒരു ഇതുപോലും ഇല്ല. എനിക്ക് തോന്നുന്നു ഇവിടെയൊന്നും വെള്ളം പോലും ഇല്ലാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. വെള്ളം പണ്ടൊഴുകിയിരുന്ന, ഒരു കാലത്ത് ഒഴുകിയിരുന്നതായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ നമ്മൾ വെസ്റ്റ് ബംഗാളിലെ ഏതോ ഒരു അധികാരം കടന്നു ചെല്ലാത്ത കുറച്ച് ഗ്രാമത്തിലോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വണ്ടി നമ്മളവിടെ വച്ചിരിക്കുകയാണ്, ജയ്ഗോൾഡ്. അതായത് നമ്മുടെ ഈ ഇതുണ്ടല്ലോ, ഭൂട്ടാൻ ബോർഡറിലാണ് വച്ചിരിക്കുന്നത്. നമ്മുടെ രാമേട്ടൻ്റെ വണ്ടിയിലാണ് ഉള്ളത്. ഇപ്പോൾ രാമേട്ടൻ്റെ ഇത് ഏതാ, നമ്മുടെ ഹിമാലയൻ. നമ്മൾ ഇന്നലെ നിന്നത് നമ്മുടെ ബ്രോഡ് എവിടെയാണ്, ആ ബ്രോഡ് പേര് ഫിലിപ്പല്ലോ, പേര് ഞാൻ മറന്നുപോയി. എനിക്ക് പേരിൽ ഭയങ്കര ഇതുള്ള ആളായതുകൊണ്ട് പേര് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പുള്ളി ആണ് നമ്മളിപ്പോൾ അവിടെ കൊണ്ടുപോകുന്നത്, അടുത്ത ഒരു പുഴയും. ഇതൊന്നും പാലം ഇല്ലാത്തതാണോ, ഇതെന്താ സംഭവം എന്നൊരു പിടുത്തമില്ല. അതോ ഇനി ഇവിടെ ഒന്നും ഒരിക്കലും വെള്ളം വരത്തില്ലേ? നമ്മുടെ ആ മറ്റേ പുള്ളിയുടെ പേരെന്താ ബ്രോ, അറിയില്ല. ഈ പുള്ളിയുടെ പേരോ? പ്രവീൺ. ഓക്കെ, നമ്മുടെ പുള്ളിയുടെ പേര് പ്രവീൺ എന്നാണേ, ഫിലിപ്പല്ല പ്രവീൺ. അയ്യോ, നല്ല ഓഫ് റോഡാണ്. നമ്മുടെ വണ്ടി അവിടെ വെച്ചേക്കുക, കാരണം 4 പേര് പോയാൽ മതി, ലഗേജും കാര്യങ്ങളൊന്നും കൊണ്ടുണ്ടായി. നമ്മുടെ ഓരോ ദിവസത്തെ റൈഡിലും ഓരോ സാധനങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ റൈഡിൽ നമ്മുടെ ഗ്യാസിൻ്റെ മുകളിൽ വയ്ക്കുന്ന സ്റ്റൗവും അതുപോലെ തന്നെ കറി പൗഡറുകളും എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇനിയും എനിക്ക് തോന്നുന്നു റോഡില്ലാന്ന് തോന്നുന്നു കേട്ടോ. ഈ വഴി റോഡില്ലാത്ത വഴിയാന്ന് തോന്നുന്നു. ഇവരെല്ലാം ഗ്രാമത്തിൽ പോയിട്ട് വന്നാന്ന് തോന്നുന്നു. ഇത് മൊത്തം എന്താ ഓഫ് റോഡാണ്, കട്ട ഓഫ് റോഡാണ്. എന്താ സംഭവം എന്നൊരു പിടുത്തമില്ല. നമ്മളിപ്പോൾ എന്തായാലും ആ ഗ്രാമത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് റോഡിൻ്റെ അവസ്ഥ. ഇനി റോഡില്ലാന്ന് തോന്നുന്നു കേട്ടോ. അതോ ഇനി ഇത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും റോഡ് ഉണ്ടോ എന്നുള്ള കാര്യം അറിയത്തില്ല. ഒരു ഗ്രാമത്തിലോട്ടാണ് പോകുന്നത്. ഗ്രാമത്തിൽ പേരൊന്നും എനിക്കറിയില്ല. പുള്ളിയാണ് പറഞ്ഞു വിട്ടൊരു ഗ്രാമം ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും ഗ്രാമത്തിലോട്ട് പോകാം. പിന്നെ നമ്മുടെ ജയ്ഗോണ്ട് അവിടെ നിന്ന് നടന്ന് കയറാവുന്ന ദൂരമേ ഉള്ളൂ ഭൂട്ടാനിലോട്ട്. 10 രൂപ കൊടുത്ത് തന്നെ നമുക്ക് എൻ്റർ ചെയ്യാം. പിന്നെ അവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഭൂട്ടാനിൽ പെട്രോളിന് വിലക്കുറവാണ്, അതുപോലെ മദ്യത്തിനും വിലക്കുറവാണെന്ന് പറഞ്ഞു. നമ്മൾ റോഡെത്തി. എൻ്റെ അമ്മേ, മദ്യത്തിനും പെട്രോളും അവിടെ വിലക്കുറവാണ്. അപ്പോൾ ഇന്ത്യക്കാർ ഫുള്ള് അങ്ങോട്ട് പോയിട്ട് പെട്രോൾ അടിച്ചിട്ട് വരും. 10 രൂപ കൊടുത്ത് ഇങ്ങനെ എൻ്റർ ചെയ്യാം. അവിടെ പോയി പെട്രോൾ അടിക്കും, മദ്യം കഴിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ വിലക്കുറവുള്ളത് നമുക്ക് ഡ്രസ്സിനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഭൂട്ടാനിലെ ആൾക്കാരെല്ലാം കൂടെ ഇപ്പോൾ ഒരു കാർഡാന്ന് തോന്നുന്നു.
ഭൂട്ടാനിലെ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് അവരുടെ ഡ്രസ്സും കാര്യങ്ങളും മേടിച്ചിട്ട് പോകും. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ബോർഡറിൽ കണ്ടാൽ മനസ്സിലാവും. ഇന്ത്യയിൽ ഫുള്ള് കൂടുതൽ കടകൾ ഡ്രസ്സിൻ്റെ അതുപോലുള്ള കുറേ കാര്യങ്ങൾക്ക് ആണ്. അവർക്ക് ചീപ്പ് റേറ്റ് ഇവിടെ കിട്ടും. അവരിവിടെ വന്നത് എൻ്റർ ചെയ്യും. നമ്മൾ അവിടെ പോയിട്ട് മദ്യവും പെട്രോളും ശേഖരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഇത്. എന്തായാലും അങ്ങോട്ട് കയറുന്നതിന് ഭൂട്ടാൻ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് എന്തായാലും ഭൂട്ടാൻ്റെ ബോർഡർ. കൊറോണയ്ക്ക് ശേഷം കൈ പോയി കൊറോണയ്ക്ക് ശേഷം ഭൂട്ടാൻ കുറേ മാറ്റങ്ങൾ വരുത്തി റൂൾസ് ആൻഡ് റെഗുലേഷൻസിനകത്ത്. നമ്മൾ എന്താണെങ്കിലും പോകണമെങ്കിൽ നമ്മളെ വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല. ബൈക്കാണെങ്കിൽ പോലും ബൈക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവർ അലോ ചെയ്യുന്ന, അവർ നമുക്ക് അവിടുന്ന് പെർമിറ്റ് തരുന്ന ടാക്സിയിലാണ്, ടൂറിസ്റ്റ് ടാക്സിയിലാണ് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അവർ അതോടൊപ്പം തന്നെ നമുക്കൊരു ഗൈഡിനെ വെച്ച് തരും. ഗൈഡ് നമ്മൾ ചൂസ് ചെയ്യുന്ന ഗൈഡല്ല, അവർ തന്നെ നമുക്കൊരു ഗൈഡിനെ വെച്ച് തരികയാണ് ചെയ്യുക. അപ്പോൾ ഗൈഡിനുള്ള പൈസയും വണ്ടിക്കുള്ള പൈസയും നമ്മൾ കൊടുക്കണം. അതോടൊപ്പം തന്നെ ഹോട്ടൽ ബുക്കിംഗ്, നമുക്ക് അവിടെ പോയി ടെൻ്റ് അടിക്കാനോ അതുപോലത്തെ കാര്യങ്ങളൊന്നും നടക്കില്ല. കാരണം അതെല്ലാം അവർ തരുന്ന ഫെസിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും ചിലവേറിയ, അതായത് ഭൂട്ടാനിലോട്ട് പോകുന്നത് വളരെ ചിലവേറിയ എക്സ്പെൻസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു ദിവസം തന്നെ 10,000-10,000 അല്ലെങ്കിൽ 8,000 രൂപയിലധികം ചിലവ് വരുന്നൊരു കാര്യമാണ് ഈ ഭൂട്ടാൻ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഇത്രയും ലക്ഷറി ആയിട്ട് ഇത്രയും കാശ് മുടക്കി ഞങ്ങളുടെ ഒരു രാജ്യത്തോട്ട് നിങ്ങൾ ടൂറിസ്റ്റായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് തരേണ്ടത് ലക്ഷറി ആയിട്ടുള്ള ഒരു ഇത് തന്നെയായിരിക്കും, ഹോസ്പിറ്റാലിറ്റി. അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്യുന്നത്, അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് 3 സ്റ്റാർ ഹോട്ടലടക്കം അതാണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. 2,000 രൂപ ഒരു ദിവസം റേറ്റ് വരുന്ന ഒരു ഹോട്ടലാണ് നമുക്ക് അവർ ബുക്ക് ചെയ്ത് തരിക. അതിൽ കുറഞ്ഞ ഹോട്ടൽസൊന്നും അവർ നമുക്ക് ബുക്ക് ചെയ്ത് തരത്തില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ എക്സ്പെൻസീവാണ് ഭൂട്ടാൻ യാത്ര എന്ന് പറയുന്നത്. ഞാൻ ഭൂട്ടാൻ യാത്ര അതുകൊണ്ട് കഴിയുന്നതും പരമാവധി 2 ദിവസത്തെ പരിപാടിയായിരിക്കും ചുരുക്കിയേക്കാണ്. കാരണം ഒത്തിരി പൈസ പൊട്ടുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി പൈസ കുറച്ചുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ പരിപാടി കുറച്ച് 2 ദിവസത്തേക്ക് മാത്രമാണ് നോക്കുന്നുള്ളൂ. അവിടെ ഒരു മാർക്കറ്റൊക്കെ ഉണ്ട്, മാർക്കറ്റ് കാണണം. പിന്നെ ഒരു ടൈഗർ മൊണാസ്ട്രി ഉണ്ട്, ആ മൊണാസ്ട്രി പോകണം. ആ മൊണാസ്ട്രി എൻ്റർ ചെയ്യാൻ തന്നെ ആണെങ്കിൽ 2,000 രൂപ നമ്മൾ എക്സ്ട്രാ കൊടുക്കണം മൊണാസ്ട്രിക്ക് ഉള്ളിലോട്ട് കയറണമെങ്കിൽ. പിന്നെ അവിടെ ക്യാമറ ഒന്നും അലൗഡല്ല, ജസ്റ്റ് നമുക്ക് കയറി കാണാം. അതൊരു നല്ലൊരു സംഭവം തന്നെ. ട്രക്കിംഗ് ആണ്. ആ ട്രക്കിങ്ങിന് ഇത്ര രൂപ അടയ്ക്കണം നമ്മൾ, അതിനും ഗൈഡ് വരും. അങ്ങനെയൊക്കെ ഒത്തിരി പൈസ ചിലവുള്ളതാണ്. നമ്മുടെ അതേ പൈസയുടെ മൂല്യം തന്നെയാണ് അവിടെ ഉള്ളത്. നമ്മുടെ അതേ പൈസ തന്നെയാണ് കൊടുത്താലും മതി. കാരണം ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ പൈസ കൊടുത്താലും നമുക്ക് അവർ തിരിച്ച് റിട്ടേൺ തരുന്ന അവരുടെ പൈസ ആയിരിക്കും ബാക്കി തരുന്നത്. ഈ ബാക്കി തരുന്ന പൈസ നമുക്ക് നമ്മുടെ വെസ്റ്റ് ബംഗാളിൽ ഇവിടെ വന്നാലും നമുക്ക് സുഖമായിട്ട് നമുക്കിവിടെ ഈ അടുത്ത് ജയ്ഗോൺ ആ പ്രദേശത്തുള്ള സ്ഥലങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ തന്നെ നമ്മുടെ പൈസ ആയിട്ട് കൺവേർട്ട് ചെയ്ത് തിരിച്ചു തരും. കാരണം ഈ ഒരു 2 സ്ഥലങ്ങൾ അത് ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള സ്ഥലത്തെ ആൾക്കാർ തന്നെയാണ്. ഇവിടെ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഭൂട്ടാനിലെ ഐഡൻറ്റിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഭൂട്ടാനിലുള്ള ആൾക്കാർക്ക് ഇന്ത്യയിലെ ഐഡൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ 2 ഐഡൻറ്റിറ്റിയാണ് ഇവർക്കുള്ളത്. അങ്ങനെ ഒരു മിങ്കിള് ആയിട്ടുള്ള, അതായത് 2 പേരും കൂടെ ശാന്തപരമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തിക്കൊണ്ട് ജീവിക്കുന്ന സ്ഥലമാണ് ഈ 2 സ്ഥലങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പൈസ തന്നെ ഇവിടെ വന്നാലും മാറിയെടുക്കാം. അവർ തരുന്ന ബാക്കി തരുന്ന ഭൂട്ടാനിലെ മണി നമുക്കിവിടെ വന്നാലും മാറിയെടുക്കാം. അങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ എന്തായാലും അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് പൈസ എടുത്ത് കൈ വെക്കണം. കാരണം നമുക്കവിടെ ഗൂഗിൾ പേ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും വർക്കാവില്ല. നമ്മൾ ഇവിടുന്ന് എത്ര രൂപയാണോ അവിടെ ചിലവാക്കാനുള്ളത് ആ പൈസ മുഴുവൻ തന്നെ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് ATM നിന്ന് എടുത്തിട്ട് പോവായിരിക്കും നല്ലത്. കാരണം ഇതൊരു ചെറിയ സ്കൂളായിട്ടുണ്ടോ, ഇവിടുത്തെ സ്കൂളിൻ്റെ പ്രത്യേകത ഉണ്ടോ. അപ്പോൾ നമ്മളെന്തായാലും പൈസ കരുതി വയ്ക്കുക, ATM നിന്ന് എടുത്ത് പൈസ വയ്ക്കുക. കാരണം അവിടെ ഓൺലൈൻ പേയ്മെൻറ്റുകൾ വളരെ കുറവാണ്, ഇല്ലയെന്ന് തന്നെ വേണം പറയാം. അപ്പോൾ അങ്ങനെ പോവുക. അപ്പോൾ എന്തായാലും 2 ദിവസത്തെ പരിപാടി നമ്മൾ നോക്കാം. ടൈഗർ മൊണാസ്ട്രി പോവുക, ഒരു ദിവസത്തെ ട്രക്കിങ്. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ നേരത്തെ വരാം. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് നമുക്ക് പോകേണ്ടത് വൈകിട്ട് അവിടെ ഒരു മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ ഭൂട്ടാനിലെ പരിപാടി നമ്മൾ അവസാനിപ്പിക്കും. പിന്നെ വീണ്ടും സിക്കിം, ഡാർജിലിംഗ് ആ ഏരിയകളെല്ലാം ഇവിടെ നിന്ന് റോഡ് കണ്ടു, റോഡിൻ്റെ അവസ്ഥ നോക്കി. സിക്കിം, ഡാർജിലിംഗ് ആ ഏരിയയിലേക്ക് ഇവിടെ നമ്മളൊന്ന് പോയി സിക്കിമിൽ കുറേ മഞ്ഞൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നേരെ നേപ്പാൾ കയറി. പിന്നെ നേപ്പാളും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിടാനുള്ള പരിപാടിയാണ്. മിക്കവാറും ചിലപ്പോൾ ഫ്ലൈറ്റിനായിരിക്കും പോരുക. തീരുമാനിച്ചിട്ടില്ല, തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. ചിലപ്പോൾ നമ്മൾ ഫ്ലൈറ്റിനായിരിക്കും പോരുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ കാര്യങ്ങൾ. നമ്മൾ നോർത്ത് ഈസ്റ്റിനോട് വിട പറഞ്ഞിപ്പോൾ വന്നിരിക്കുകയാണ്. നോർത്ത് ഈസ്റ്റ് നമുക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളൊന്നും നമ്മൾ പോയിട്ടില്ല. ഏതാ മണിപ്പൂർ, മിസോറാം, അരുണാചൽ പ്രദേശ്,
അങ്ങനെയൊക്കെ കുറച്ച് പ്രദേശങ്ങൾ നമ്മൾ കട്ട് ചെയ്തു. കാരണം അവിടെ പോയിട്ട് പ്രത്യേകിച്ച് ഈ മണിപ്പൂരും മിസോറാം ആ സ്ഥലങ്ങളൊന്നും പോയിട്ട് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ലെന്ന്. അവിടെ റോഡെല്ലാം ഭയങ്കര മോശമാണ്. വെറുതെ പെട്രോൾ അടിച്ച് നമ്മളവിടെ പോയിട്ട് ഒന്നും കാണാനില്ലെന്ന് അവർ തന്നെ പോയവർ തന്നെ പറഞ്ഞുകൊണ്ട് നമ്മളത് എല്ലാം നമ്മൾ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റ് നമ്മൾ ഒഴിവാക്കി. കാരണം ഇനിയൊരു യാത്ര വന്നിട്ട് നമ്മൾ ചോടെ സെറ്റായിട്ട് വന്നിട്ട് നമ്മൾ ഈ ഒരു ബഡ്ജറ്റ് ബേസ്ഡ് ട്രിപ്പ് മാറ്റിയിട്ട് നമ്മൾ കാറിലോ വല്ലതും വന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വർത്തിക്കൊണ്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. നമ്മളിനി ഭൂട്ടാൻ നാളത്തേനും ഭൂട്ടാനും അതുപോലെ തന്നെ സിക്കിമോ ഡാർജിലിംഗ് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് നേപ്പാളും കയറി. നേപ്പാൾ ഇതുപോലെ തന്നെ വലിയ കുഴപ്പമില്ല, നമ്മുടെ വണ്ടി കൊണ്ടാണ് ഇത് പോവാം. അങ്ങനെ കുറച്ച് പരിപാടികൾ ചെയ്തിട്ട് നമ്മുടെ ഈ ട്രിപ്പ് അവസാനിപ്പിക്കാനുള്ള പരിപാടിയാണ്. കാരണം നമുക്ക് വളരെ നേരത്തെ ട്രിപ്പ് അവസാനിപ്പിച്ച് വന്നിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം ഇനി നമ്മൾ പോകുന്നത് ഞാൻ ഒഫീഷ്യലായിട്ട് പറയുകയാണ്, നമ്മളിനി കുവൈറ്റിലോട്ടാണ് പോകുന്നത്. കാരണം നമ്മുടെ എൻ്റെ വൈഫ് ഇപ്പോൾ കുവൈറ്റിലുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഒരു 2 മാസം അല്ലെങ്കിൽ 1 മാസത്തോടെ ഒരു താമസം ഉണ്ടാവും. കാരണം പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇവിടെ കുവൈറ്റ് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി എന്തായാലും ഇതായിരിക്കും, ഏതാ പറയുക, വണ്ടി ഇനി വീട്ടിൽ തന്നെ ആയിരിക്കും വയ്ക്കുക. അതൊരു വലിയൊരു മിസ്സിങ് തന്നെയായിരിക്കും. നമ്മുടെ കൊട്ടനെ നമ്മൾ സോളിനെ അവിടെ വെച്ചിട്ട് പോകുന്നത് നല്ല ഗ്രീനറിയല്ലേ നോക്കി. അപ്പോൾ അതുകൊണ്ട് അത് ഭയങ്കര ഒരു വിഷമം എന്ന് പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ്. എന്തായാലും അടുത്ത വിശേഷങ്ങളും കാഴ്ചകളും കാണാം. ഇപ്പോൾ ഈ ഗ്രാമത്തിലോട്ട് പോകുന്നതൊക്കെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഇപ്പോൾ ഞാനിവിടെ വെച്ച് തൽക്കാലം വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടുള്ള വീഡിയോസ് നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. ഇതിലോട്ട് എൻ്റർ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും ഓടാണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. വെള്ളം പോയി വഴിച്ചാലും ഉണ്ടോ, അതിൽ കൂടെയാണ് നമ്മുടെ വഴി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്തായിരിക്കും അതിൻ്റെ ഭീകരാവസ്ഥ ചിന്തിച്ച് നോക്കിയാൽ മഴക്കാലത്തെ മഴയുള്ള സമയത്ത് എന്തായിരിക്കും ഇവിടുത്തെ ഭീകരത. അങ്ങോട്ടൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. അത്രയും ഒരു ഹൈറ്റിൽ വെള്ളം ഇതിൽ കൂടെ ഒഴുകിയതിൻ്റെ പാടുകളാണ് കാണുന്നത്. അത്ര ഹൈറ്റിൽ മണ്ണൊലിച്ച് പോയേക്കണാണ്. ഇപ്പം എന്തായിരിക്കും ഇവിടുത്തെ കണ്ടോ, ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും അല്ലേ, ചിന്തിക്കാൻ പോലും പറ്റുന്നത്. ഇതുണ്ടോ, ഇത് കണ്ടോ, വെള്ളം അത്രയ്ക്ക് ശക്തിയായിട്ട് ഈ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ലെവലിലോട്ട് ഈ സ്ഥലം എത്തിയെങ്കിൽ ഇപ്പം എത്ര ശക്തിയായിട്ടായിരിക്കും വെള്ളം ഇതിൽ പോയിട്ടുണ്ടായിരിക്കുക. അമ്പോ, നമ്മളൊക്കെ സത്യം പറഞ്ഞ ഭാഗ്യവാന്മാരാണ്. ഒന്നും ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. റോഡ് ഒരു രക്ഷയില്ലാത്ത റോഡാണ്. കാട്ടിക്കൂടെയുള്ള ചെറിയ കാടാൻ പോകുന്നത് കണ്ടിട്ട് കാട്ടിക്കൂടെയുള്ള യാത്ര. പലയിടത്തും പാലങ്ങൾ പോലും ഇല്ല, പല റോഡുകളും. എന്തായാലും ഞാനിത് ഫുള്ള് ഷൂട്ട് ചെയ്യുന്നില്ല, നമുക്ക് അവിടെ വെച്ചിട്ട് ബാക്കി കാണാം. സോറി. പ്രവീൺ ചേട്ടൻ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളത് ഈ ഗ്രാമത്തിലെത്തി. ഈ ഗ്രാമത്തിൻ്റെ കാര്യങ്ങളും ഇവിടുത്തെ അപ്പോൾ നമ്മൾ കണ്ട വഴിയെക്കുറിച്ചും വഴി എന്തുകൊണ്ട് അങ്ങനെ ആയെന്നും ഇവിടുത്തെ അവസ്ഥകൾ എന്താണെന്നുള്ള കാര്യം നമ്മുടെ പ്രവീൺ ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്യും. പറഞ്ഞു. ഇത് ടോട്ടോപ്പാറ എന്ന് പറഞ്ഞ ഗ്രാമമാണ്. ടോട്ടോപ്പാറയെ പറ്റി നിങ്ങൾ കേട്ട് കാണും.
ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറവുള്ള ഒരു ട്രൈബാണ് ടോട്ടോ ട്രൈബ്. അത് 1700 അത്രയും ആളുകളുള്ള അവരുടെ ട്രൈബ്സിൽ അവർ താമസിക്കുന്ന പ്രദേശമാണ് ഈ ടോട്ടോപ്പാറ എന്ന് പറയുന്നത്. ഈ ടോട്ടോപ്പാറയിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ മാതാരിഘട്ടിൽ നിന്ന് ടോട്ടോപ്പാറ വരെയുള്ള ഭാഗത്ത് ഏകദേശം 7 നദി കടന്നാണ് നമ്മൾ വരുന്നത്. ആ 7 നദിയും സീസൺ സമയത്താണ് ഉണ്ടാകുക. ഈ മഴ പെയ്യുന്ന സമയത്ത് ഏപ്രിൽ മെയ് സമയങ്ങളിൽ ചെറുതായിട്ട് മഴ ഉണ്ടാവുക. ഇപ്പോൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കഠിനമായ മഴയായിരിക്കും. ആ സമയങ്ങളിൽ ആരും പുറത്തു പോകാൻ സാധിക്കത്തില്ല, എല്ലാവരും ഇവിടെ തന്നെ ആയിരിക്കും. പിന്നെ ഇപ്പോഴും ഉരുൾപൊട്ടൽ ഏത് നിമിഷവും ഉണ്ടാകുന്ന സ്ഥലമാണ്. അതേപോലെ നമ്മൾ കണ്ട റോഡിൽ ഇന്ന് വന്ന റോഡായിരിക്കില്ല അടുത്ത ദിവസം വരുമ്പോൾ. ഒരു മഴ കഴിയുമ്പോൾ റോഡും മാറും, വഴിയും മാറും. ഇവിടെ ഈ ആൾക്കാർ ഇപ്പോൾ താമസിക്കുന്ന ഈ ഭാഗം ഇച്ചിരി സുരക്ഷിതമായ പ്രദേശമാണ്. എന്നാലും മുകളിലൊക്കെ മലയൊക്കെ ഉണ്ട്, സൈഡിൽ ഒരു ബണ്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഉരുൾപൊട്ടൽ വന്നാലും ഈ വെള്ളം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് പണ്ട് ടോട്ടോ നിവാസികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ടോട്ടോ ട്രൈബ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ബീഹാരികൾ അതേപോലെ നേപ്പാളി ആളുകൾക്ക് ഒരുപാട് പേര് വന്നു. ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ രത്ന ചുരുക്കം. ഓക്കെ, പാലം എന്തുകൊണ്ടാണ് ഇവിടെ പണിയാത്തത്? പാലം പണിയാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പാലം പണിയാൻ പറ്റുകയില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഗവൺമെൻറ് അത്രയും ഫണ്ട് എന്തെങ്കിലും അത് കൊടുക്കണം. കാരണം നമ്മൾ പില്ലർ വെച്ചാൽ പോലും അതേ പില്ലറിനൊന്നും അവിടുത്തെ മഴയുടെ ഒഴുക്ക് പിന്നെ മണ്ണിൻ്റെ വരവ് അതൊന്നും ഇതിനെ തടയാൻ സാധിക്കത്തില്ല. നമ്മുടെ എത്ര ബലമുള്ള പില്ലറാണെങ്കിലും അതുപോലെ ഭയങ്കര എക്സ്പെൻസാണ്, ഒത്തിരി ഒരുപാട് പൈസ അതിന് വേണ്ടി മുടക്കേണ്ടി വരും. അപ്പോൾ മഴയൊക്കെ വരുമ്പോൾ ഇവിടെ ഈ ഗ്രാമം ഒറ്റപ്പെട്ടു പോകും. മഴ വരുമ്പോൾ ഈ ഗ്രാമം ഒറ്റപ്പെട്ടു വരും. ഓക്കെ 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 ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ എന്തായാലും കാണാം. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത കാണിച്ചാൽ ഇവിടെ BJP എഴുതിയേക്കണേ. ഇപ്പം 40 വീട്ടുകാരുള്ളത്. അപ്പോൾ 40 വീട്ടിലെ 14ാമത്തെ വീട്ടുകാരാണ് ഈ കാണുന്നത്. 40 വീട്ടിൽ 14 വീട്ടുകാർ BJPയോട് ചേർന്നേക്കണം. അപ്പോൾ 14ാമത്തെ വീടാണ് ഈ കാണുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഗ്രാമം. എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെയാണ് കയറാം. ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല രാവിലെ. നമ്മുടെ സജിൻ ദേ ഇവിടെ നിൽപ്പുണ്ട്. സുജിൻ ഓക്കെ. രാമേട്ടൻ അവിടെ ഉണ്ട്, നമ്മുടെ ടീം ക്യാപ്റ്റൻ. ഹായ്. ടോട്ടോ ഗ്രാമത്തിലൊരു ഹോട്ടലിലോട്ട് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. ഇവിടെ ചോറായിക്കോളൂ, കാരണം ഇപ്പോൾ സമയം 12:30 ചോറുണ്ണാം. നമ്മുടെ ഇവിടുത്തെ ചായക്കട, ഇവിടുത്തെ തട്ടുകട, ഇവിടുത്തെ 5 സ്റ്റാർ ഹോട്ടൽ. പിള്ളേർക്ക് ഇവിടെ ഭയങ്കര പരിപാടിയില്ല. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തെ ലഞ്ചും എല്ലാം ഇതാണ്. ഇവിടുത്തെ ചപ്പാത്തിയും ഇതെന്ത് കറിയത്? കടലക്കറിയോ? കടല എന്തൊക്കെ എങ്ങനെയുണ്ട് സുജിൻ? എങ്ങനെയുണ്ട് സുജിൻ? നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ബ്രോ? നോക്കുന്ന പോലുമില്ല. ഇത് 2 തരത്തിലുള്ള കടലയാണിത്. ഒന്ന് നമ്മുടെ ഗ്രീൻ പീസ് എന്ന് പറയുന്ന പച്ചപ്പട്ടാണി, ഇതിനകത്ത് മഞ്ഞ കളറിൽ കിടക്കുന്നുണ്ട്, തെറ്റിദ്ധരിക്കില്ല. ഇത് പച്ചപ്പട്ടാണി. ഇത് പിന്നെ നമ്മുടെ നിലക്കടല എന്ന് പറയുന്ന കടലയാണ്. ഇത് രണ്ടും കൂടി ഉള്ള ഒരു സംയോജിത ഒരു കൂട്ട് കൃഷിയാണിത്. ഞാനും കഴിക്കാം. നിങ്ങളെല്ലാവരും തിരക്കിലാണ് കേട്ടോ. ഇവരൊക്കെ വണ്ടിയിൽ നോക്കി കഴിഞ്ഞ ഒരു സാധനം കാണാം. ഇതുണ്ടോ, കത്തിയാണ് പിച്ചാത്തി. ഇവിടെ പിച്ചാത്തി. ഇതാണ് ഇവിടുത്തെ ഗ്രാമം. ഈ പറഞ്ഞ 10-40 വീട്ടുകാർ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒന്നും കാണാനായിട്ടില്ല. നമ്മൾ ഇവിടെ ഒരു ഭൂട്ടാൻ്റെ ഒരു ബോർഡർ ഉണ്ട്. അപ്പോൾ അവിടെ കൂടെ പോയിട്ട് നമ്മൾ പോവാണ്. ഇത്രയുള്ള സംഭവം ഇതാണ്. പക്ഷെ അത് ഒത്തിരി ഉള്ളിലാണ്. മഴവെള്ളം വന്നാലും മഴക്കാലമാണെങ്കിലും ഈ ഒരു സമൂഹം മാത്രം ഒറ്റപ്പെട്ടു പോകും. കാരണം അവർക്ക് വേറെ ഇവിടെ മാത്രമേ ഇച്ചിരി സേഫായിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ. ചെറിയ കടകളും വീടുകളും. അവരുടെ ഏക വണ്ടി എന്ന് പറയുന്നത് ഈ ബൊലോറയും അതുപോലെയുള്ള ജീപ്പുകളും മാത്രമാണ് അവരുടെ ട്രാവലായിട്ട്. അവർ അടുത്തൊരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഏക ഉപാധി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ പറയുന്ന ഇതാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഇതാട്ടോ, ഈ നമ്മുടെ അടയ്ക്കാമരം. കവുങ്ങുണ്ട് ഇഷ്ടംപോലെ. അത് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാവുന്ന ഒരു സ്ഥലം. അതുപോലെ നമ്മൾ ആദ്യം വന്നപ്പോൾ തന്നെ ഇത് കണ്ടായിരുന്നു. ഏതാ, തേയിലത്തോട്ടം കണ്ടാണ്. ഞാൻ തേയിലത്തോട്ടം ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ചു പോകുമ്പോൾ കാണിച്ചു തരാം.
ഇവിടുത്തെ വീടുകളുടെ കൺസ്ട്രക്ഷനും ഇവിടെ എല്ലാം കടകളാണ് മെയിൻലി. ഒരു വീടും കടയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ, ഇവിടെ കൂടുതലും കവുങ്ങും തോട്ടങ്ങളാണ്. കവുങ്ങ്, അതായത് അടയ്ക്കാമരം തോട്ടമാണ് ഇവിടെ കൂടുതൽ. എനിക്കത് അടയ്ക്കയുടെ കൃഷി ആയിരിക്കും ഇവർക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു കൃഷി വരുമാന മാർഗം ആയിരിക്കാം ഒരു പക്ഷേ. അവിടെ നോക്കിയാൽ തന്നെ മൊത്തം കവുങ്ങും തോട്ടമാണ് കാണാൻ സാധിക്കുക. വീടുകളൊക്കെ ഉണ്ടല്ലേ, വളരെ ചെറിയ കുഞ്ഞു കുഞ്ഞു വീടുകളാണ്. ഇവിടെ അധികം മെമ്പേഴ്സൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ എല്ലാം ചില വീടുകളെല്ലാം ഇതുപോലെ പലകകളും ഇതുണ്ടോ അങ്ങനെ ഉണ്ടാക്കിയ വീടുകളാണ്. റോഡെന്ന് പറയാൻ എനിക്കൊന്ന് 2012 ശേഷമാണ് ഇങ്ങോട്ട് റോഡുകളൊക്കെ വന്നു തുടങ്ങിയത്. അതുവരെ റോഡെന്ന് പറയുന്ന സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ ടാറിട്ട റോഡൊക്കെ വന്ന് ഏകദേശം 2012 ശേഷമാണ്. നമ്മൾ ഭൂട്ടാൻ ബോർഡറിലോട്ടും പോകുന്നതാണ് ഈ കാണുന്നത്. നല്ല റോഡാണ്, ഓഫ് റോഡ് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് നിർത്തിയിട്ട് വെള്ളോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോനെ, അതാണ് വഴി. വണ്ടി പഞ്ചറായി. അപ്പോൾ ഇത് പുള്ളി അവിടെ നിന്ന് സ്വസ്ഥമായിട്ടിരിക്കുന്നു. ഞങ്ങൾ മേളിലോട്ട് ഭൂട്ടാൻ ബോർഡറിലോട്ട് പോകണം. പുള്ളിക്ക് സന്തോഷമായി. പുള്ളിക്ക് അവിടെ നിന്ന് ഫോൺ വിളിക്കാം. പുള്ളി അവിടെ പോയിരിക്കുന്നു.
അപ്പോൾ ഞങ്ങളിനി നടന്ന് ബോർഡറിലോട്ട് പോവാണ്. എന്താണ് ബോർഡറിൻ്റെ അവസ്ഥ എന്നുള്ള കാര്യം അറിയത്തില്ല. കയറി പോവാം. വഴി തെറ്റിപ്പോയി. ഇതല്ല വഴി സത്യം പറഞ്ഞാൽ, അല്ലേ? അപ്പുറത്തെ കണ്ടാണ് വഴി. അപ്പുറത്തെ വഴി ഉണ്ടായിരുന്നു. അതാ വീട്ടിലോട്ടുള്ള വഴിയില്ലേ? അതികളെ വഴിയാണെന്ന് തോന്നുന്നു. ഗൈസ്, ഇടിവെട്ടി തന്നെ പാമ്പ് അടിച്ചു. ദേ വീണ്ടും മഴ വരുന്നു ഞങ്ങൾക്ക്. മഴ ഇതുവരെ ഇല്ലാത്ത മഴ. ഞങ്ങൾക്ക് മഴ വരുന്നു. ഞങ്ങളിവിടെ എല്ലാം കട്ടപ്പോശായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതേ ചെറുതായിട്ട് മഴ തൂളി തുടങ്ങി. ദേ അതിൻ്റെ മുഖത്തൊക്കെ ചാടി. എന്തായാലും നല്ല 8ൻ്റെ പണിയാണ്. ദേ പാവം ഒരാൾ നിരാശകാമനായിട്ടിരിക്കുന്നുണ്ട് താഴെ. എൻ്റെ അടുത്ത് താഴോട്ട് പോയിട്ടുണ്ട്. അവർ വന്നിട്ടില്ല. മഴ തുടങ്ങി. തീർന്നു ഗൈസ്. പെട്ട് ഗൈസ്. നല്ല പടൽ പെട്ടു. ഭാഗ്യത്തിന് മഴ തുള്ളി ചാറേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അവിടെ കണ്ട് മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഭാഗ്യത്തിന് മഴ കിട്ടിയില്ല. പിന്നെ ഇതിൽ ടൂൾ കിറ്റ് എല്ലാം നമ്മൾ വണ്ടിയിലായിരുന്നു വെച്ചിരുന്നത്. ജസ്റ്റ് ഇതിൻ്റെ അകത്ത് നമുക്ക് വണ്ടി മേടിക്കുമ്പോൾ തന്നെ കിട്ടുന്നൊരു ടൂൾ കിറ്റ് ഉണ്ട്. അപ്പോൾ ഞാനത് അതിനെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ സംഭവം തപ്പി നോക്കിയാൽ ടൂൾ കിറ്റ് കിട്ടി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വണ്ടിയുടെ ടയർ അഴിച്ച് ടൂൾ കിറ്റ് വെച്ച് ടയർ അഴിച്ച് ഇപ്പോൾ വേറെ ഒരു ബൈക്ക് നമ്മുടെ കൂടെ ഉണ്ടായിട്ട് അവർ രണ്ടുപേരുടെ സുജിനും നമ്മുടെ അൻസാറും കൂടെ പോയിക്കോ. അച്ഛേ സുജിനല്ലല്ലോ, നമ്മുടെ വിഷ്ണു അൻസാറും കൂടെ പോയിട്ടുണ്ട്. ടയർ കൊണ്ട് അങ്ങോട്ട് പോയി. അവിടെ 2 ടയർ പഞ്ചർ ഒട്ടിക്കുന്ന ആൾക്കാർ താഴത്തുണ്ടായിരുന്നു. അത് ഒരാൾ 8ന് പണിയെന്ന് പറഞ്ഞ പോലെ ഒരാളുടെ വീട്ടിലെ റിലേറ്റീവ് ആരോ മരിച്ചു പോയി. അപ്പോൾ അയാൾ അങ്ങോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇല്ല. പിന്നെ കുറച്ചുകൂടെ താഴോട്ട് പോയപ്പോൾ അവിടെ ആളില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഞങ്ങൾ റൂമിൽ പോയി എടുക്കാമെന്നുള്ളൊരു ചിന്തയിലോട്ട് വന്നു. അത് നഷ്ടമാണ്. കാരണം 38 കിലോമീറ്റർ നമ്മൾ പോയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് റൂമിൽ പോണ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓർത്തെ വണ്ടിയിൽ ടൂൾ കിറ്റ് ഉണ്ടാവും എന്നുള്ള കാര്യം. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ ടൂൾ കിറ്റ് അന്വേഷിച്ചപ്പോൾ ടൂൾ കിറ്റ് കിട്ടി. ഞങ്ങൾ അപ്പോൾ തന്നെ അഴിച്ച് അപ്പോൾ ടയർ ഇനി കൊടുത്തു വിട്ടാൽ മതി. ഇപ്പോൾ ടൗണിൽ ലോങ് ഓടിയാലും കുഴപ്പമില്ല. ടയർ അവിടെ കൊണ്ടുപോയി ടയർ പഞ്ചർ ഒട്ടിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുകയാണ്. എന്തായാലും ഭാഗ്യത്തിന് മഴ പെയ്തില്ല. മഴ പെയ്യാൻ ആട്ടി കൂട്ടുന്നുണ്ട്. ചെറുതായിട്ട് ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്തായിരുന്നു. ഭാഗ്യത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും നോക്കിയില്ല. ഞങ്ങളോട് വെയിറ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ അവർ പഞ്ചർ ഒട്ടിച്ചിട്ട് വരട്ടെ, കാണാം. എല്ലാം നല്ലതെന്ന് വിചാരിക്കാം. ഈ സമയം പോയതും ഇവിടെ വെയിറ്റ് ചെയ്യുന്നതും എല്ലാം. നിങ്ങൾ താഴോട്ട് നോക്കിയാൽ കാണുന്ന ദൃശ്യമാണ്. അവിടെയൊക്കെയാണ് പുഴ. ദേ വെള്ളം കൊണ്ടുപോയ ഏരിയകളാണ് കാണുന്നത്. ഇത് ഈ കാണുന്നത് കണ്ട അവിടെ ഫുള്ള് ഞാൻ സൂം ചെയ്താൽ കാണുമോ? ഒരു ഫോഗ് കയറിയ എഫക്റ്റ് കേട്ടോ. അവിടെ എല്ലാം വെള്ളം കയറി വെള്ളം അങ്ങോട്ട് പോയതിൻ്റെ പാതകളാണ് കാണുന്നത്. നമ്മൾ ഏകദേശം ആ വഴി കൂടെയൊക്കെ നമ്മൾ അതിൻ്റെ പല സ്ഥലങ്ങളും ക്രോസ് ചെയ്ത് വന്നേ. ഓക്കെ, എന്താല്ലേ വെള്ളം കയറി അങ്ങോട്ട് പോയി. ഇവിടെ വെള്ളം ഉള്ള സമയത്തൊക്കെ ഭയങ്കര സീനെന്നാണ് പറഞ്ഞിട്ടെ. ഉണ്ടോ? നമ്മളെന്തായാലും ഇവിടെ ഇരിക്കുന്നു. വണ്ടി നിന്നൊക്കെ കൊണ്ടിട്ടുണ്ട്. ടയർ ക്യാമറ ഇവിടെ ഇരിക്കുന്നു. സമയം 3 മണി കണ്ട് കഴിഞ്ഞു. 3:30 ആയി. ഇരുട്ടി തുടങ്ങി. ഇനിയിപ്പോൾ പെട്ടെന്ന് ഇരുട്ടാവും. ഈ സ്ഥലത്തൊരു മനുഷ്യൻ പോലും ഇല്ല. ഒരു പട്ടിക്കാട്. അങ്ങോട്ടാണ് നമുക്ക് ശരിക്കും പോകേണ്ടത്. നമുക്ക് ഈ വഴി തെറ്റി വന്നാണ്. എന്ത് ചെയ്യാം? എന്തൊരു ചൂടൻ, എന്ത് ചെയ്യും? ഇവിടെ വണ്ടി താഴെ നിന്നൊക്കെ ആൾ പോയിട്ടുണ്ട്. ഇതാന്ന് തോന്നുന്നു നേപ്പാൾ ഭൂട്ടാൻ ഇന്ത്യ ഭൂട്ടാൻ ബോർഡറെന്ന് തോന്നുന്നു. എന്തായാലും കുറച്ച് ഓടി അകത്തോട്ട് വന്നിട്ടുണ്ട്. കയറി നോക്കാം. നീ ആരൊക്കെയോ സംസാരിക്കുന്നു. നമ്മളോടാണ് വെടിവെക്കല്ലേ. ഇതിനകത്തൊക്കെ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതായിരിക്കും ഇവർ പറഞ്ഞ ഇന്ത്യ ഭൂട്ടാൻ ബോർഡർ. ഇവിടെ എന്താ ഉള്ളത്? ഇതിക്കൂടെ വേറെ എങ്ങും കണ്ടില്ലേ ഭൂട്ടാൻ കയറി ഉള്ള സ്ഥലം? ഇതാണോ? ഇതായിരിക്കും. അവിടെ ഈ ഭൂട്ടാൻകാരുടെ ടെമ്പിളാന്ന് തോന്നുന്നുണ്ട് സത്യം പറഞ്ഞാൽ കാണുന്നത്. അയ്യോ, അവരുടെ മൊണാസ്ട്രി ഉള്ള എന്തോ സംഭവം. ഇത് കണ്ട് വീടാന്ന് തോന്നുന്നല്ലോ. ഇതല്ലേ? എവിടെയാണ് സ്ഥലം?
ഒന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. ഇവിടെ ആരും ഇരിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഇതായിരിക്കും ഒരു പക്ഷേ സ്ഥലം. കാരണം ഭൂട്ടാനായിരിക്കും ഒരു പക്ഷേ. ഒന്നും ഇത് വെച്ചിട്ടൊന്നുമില്ല. ഇവരുടെ ഇതാണ്. എൻ്റെ മോനെ പ്രയർ ചെയ്യുന്ന സംഭവം തോന്നുന്നു. ഇവിടെ ഒരു മനുഷ്യനെ കാണുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാണെന്ന് തോന്നുന്നു. ഇവിടെ മറ്റേ സെക്യൂരിറ്റി ഇരിക്കുന്ന സ്ഥലം തോന്നുന്നത് കാണണേ. പക്ഷേ ഒരു മനുഷ്യ പോലും ഇല്ല ഇവിടെ. എനിക്ക് തോന്നുന്നു ഈ കാണുന്ന ഭൂട്ടാനായിരിക്കും. ആയിരിക്കും. വെടിവെക്കല്ലേ, വെടിവെക്കല്ലേ. ഇവിടെ മറ്റേ ഭൂട്ടാനാണത്. ദൈവമേ, ഞങ്ങൾ ഭൂട്ടാനിൽ അതിക്രമിച്ച് കയറി ഗൈസ്. ഞങ്ങൾ രണ്ടുപേരും നിൽക്കുന്ന ഇപ്പോൾ ഭൂട്ടാൻ്റെ പ്രദേശമാണ്. വെടിവെക്കല്ലേ. രാജാവാണ്, ശരിയാ. അത് മനസ്സിലായി, അത് മനസ്സിലായി. ഇത് പക്ഷേ ഇവിടെ ഒന്നും മനുഷ്യനില്ലല്ലോ. നമ്മൾ ഭൂട്ടാനിൽ അതിക്രമിച്ച് കയറി. കർത്താവേ, ഇടി കിട്ടുമോ നോക്കട്ടെ. ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ടോ? ഒന്നും എഴുതി വെച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. ബാ, മേലോട്ട് വാ, ജസ്റ്റ് നടന്നിട്ടില്ല. ഓ, ഇത് ഭൂട്ടാൻ്റെ എങ്ങനെയാണോ ഈ ബ്രോ? ഇനി ഇതാണോ പുള്ളി പറഞ്ഞ കവാടം? എൻ്റെ അകത്ത് വണ്ടി കിടപ്പുണ്ട്. വെടിയൊക്കെയല്ലേ കർത്താവേ. കാരണം ഭൂട്ടാൻ ഇത് ഗ്രൗണ്ടൊക്കെയാ. നീ ഒന്ന് സ്കൂളായിരിക്കും ബ്രോ. ഞങ്ങൾ ഭൂട്ടാനിൽ കയറും തോന്നാം കേട്ടോ. അപ്പം ഞങ്ങളുള്ള സ്ഥലം ഭൂട്ടാൻ തോന്നും. എന്തായാലും ചോദിച്ചു നോക്കാം ഗൈസ്. നമ്മൾ നിൽക്കുന്ന ഭൂട്ടാൻ കേട്ടോ. നമ്മൾ പാസ്പോർട്ടൊന്നും ഇല്ലാണ്ട് അങ്ങനെ ബംഗ്ലാദേശിൽ കയറിയ പോലെ ഇത് ഒഫീഷ്യലി ഭൂട്ടാൻ ശരിക്കും കുറേ അകത്തോട്ട് നമ്മൾ 200 മീറ്റർ 500 മീറ്റർ അകത്തോട്ട് കയറുന്നുണ്ട് സംഭവം. ഇത് ഭൂട്ടാനാണ്. ഇങ്ങനെ താഴോട്ട് കാണുന്നതാണ് ഇന്ത്യ. നമ്മൾ ഭൂട്ടാനിൽ രണ്ടുപേരെ കണ്ടു. പക്ഷെ അവർക്ക് നമുക്ക് ഒഫീഷ്യലായിട്ട് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ പാടില്ല. നമ്മൾ ശരിക്കും അതിക്രമിച്ചാണ് ഒരു രാജ്യത്ത് ഇപ്പോൾ നിൽക്കുന്നത് തന്നെ. അപ്പോൾ എന്തായാലും നമ്മളിനി താഴോട്ട് ഇറങ്ങി ഇവിടെ കൂടെ വന്ന വിഷയമാണ്. ഞാൻ ഒരു വെടി വെച്ചിടും വെറുതെ എന്തിനാ. അപ്പോൾ ഞങ്ങൾ 2 സെൽഫി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകാം. സത്യം അത് നമ്മൾ ഗൈസ് നമ്മളിപ്പോൾ ഭൂട്ടാനിലുള്ള ഇത് ഭൂട്ടാൻ, ഇത് നമ്മുടെ ഭൂട്ടാനും ആ കാണുന്ന നമ്മുടെ ഇന്ത്യ. പക്ഷെ നമ്മൾ ഇപ്പം നിൽക്കുന്നതും പോകുന്നതൊക്കെ ഭൂട്ടാനിൽ കൂടെയാണ്. എന്ത് ചെയ്യാനാണ് ഗൈസ്. നമ്മളറിയാണ്ട് ഭൂട്ടാനിൽ ഒത്തിരി കയറിപ്പോയി. ഇതാണ് ഇന്ത്യ ബോർഡർ. കാരണം ഈ വാട്ടർ ടാങ്കാണ് ബോർഡർ ഗൈസ്. നമ്മൾ അറിഞ്ഞില്ല ഗൈസ്. ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല ഗൈസ്. പണിപാളി ഗൈസ്. നമ്മൾ അതിക്രമിച്ച് ഭൂട്ടാൻ്റെ ബോർഡറിൽ കയറി. ഭൂട്ടാൻ്റെ ശരിക്കും അകത്ത് കയറി നമ്മൾ പോയി സംസാരിച്ചു. അപ്പോൾ ആ കാണുന്ന വീടൊക്കെ ഭൂട്ടാനായിരിക്കും. ഇതേ കാണുന്ന വീട്. ഓ, അതാണ് ആ തള്ളടക്കുന്ന കൊണാണെന്ന് പറഞ്ഞത്. ഇത് നമ്മുടെ ടോട്ടോപ്പാറയിലെ ഒരു നിവാസിയാണ്. ഇത് ദാൻലാമ സാർ. അദ്ദേഹത്തിൻ്റെ ഭവനത്തിലാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന്. വൈകുന്നേരം നല്ല മഴയായിരുന്നു. തണുപ്പിൻ്റെ ഇടയിൽ മഴയത്ത് സാറ് നമുക്ക് നല്ല ചായയും ബിസ്ക്കറ്റും ഒക്കെ തന്നു. അപ്പോൾ ഇൻട്രൊഡക്ഷൻ തന്നു. പിന്നെ ഇതൊക്കെ वातावरण ಏನಾಯ್ತು ಟೋಟೋಪಾರಾಗ ಪೂರ ದೊಡ್ಡ ಪೂರ ಬಂದೋಬಸ್ತ್ ಟೋಟೋಪಾರಾಗ नेपाली नेपालीमा भन्नुहोस्. टोटोपाडा गाउँ, टोटोपाडामा यहाँ आउनुभयो, खुसी लाग्यो. टोटोपाडाको मौसम यस्तै छ भुटान बोर्डरमा. तपाईँहरू आउनुभएको लागि धेरै धेरै धन्यवाद. टोटोपाडा यसरी भिजिट गर्नुहोस्. टुरिस्टहरूलाई स्वागत छ. താങ്ക് യു പുള്ളി സംസാരിച്ച നേപ്പാളി ഭാഷ കേട്ടോ. ഓക്കെ താങ്ക് യു സോ മച്ച്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത പണി. ഈ വണ്ടിയുടെ പെട്രോൾ തീർന്നു. എന്തോ ചെയ്യാനാണ്. ആര് അത് ഇവിടെ കൊടും കാട്ടിലാണ് ഇപ്പോൾ പെട്രോൾ തീർന്നു നിൽക്കുന്നത്. ഇവിടെ ആനയും മറ്റും മറിച്ചൊക്കെയുള്ള എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. വണ്ടി നന്നാക്കി വന്നതിനിപ്പോൾ പെട്രോളില്ല. മൊത്തത്തിൽ പാളി. കാറ്
വണ്ടി കംപ്ലൈൻറ്റ് പിന്നെ നാളെ കിട്ടി ഇല്ല അയാൾ ആനയുണ്ട് വെറുതെ പേടിപ്പിച്ചു ശരിക്കും സ്മെല്ല് വന്നാണ് അതൊക്കെ പേടി ആ കുപ്പി കളയണ്ട, കൈ വെച്ചു. കുപ്പി കളയണ്ട. മഴയും വരുന്നുണ്ട്.